അവർ വലിയ കാറ് വാങ്ങി, അവർ വലിയ വീട് വാങ്ങി, എനിക്ക് മാത്രമൊന്നും എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ മകന് മാത്രം എത്താൻ പറ്റിയില്ല എന്നുള്ള നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോഴത്തേന് പല ആൾക്കാരും നമ്മളൊരു ട്രാക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ആ ട്രാക്കിലൂടെ നടന്നു പോകുന്നതാണ് ശരി എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ആ പോകുന്ന വഴിയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലെ പല പർപ്പസ് നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ പാഷൻ നമ്മൾ മറന്നു പോകുന്നു. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, അതൊക്കെ നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി. തൽക്കാലം നമ്മൾ ജീവിക്കാനുള്ള മാർഗ്ഗം നമ്മൾ നോക്കുക എന്നാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമുക്ക് അഡ്വൈസ് കിട്ടാറ്. നമ്മൾ ജീവിക്കുക, ആദ്യം ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് ആയിക്കോട്ടെ നിൻ്റെ താല്പര്യം, നിൻ്റെ ഇഷ്ടവും, നിൻ്റെ പാഷൻ എന്നൊക്കെയാണ് പൊതുവേ നമ്മൾ പറയാറ്. കാര്യം നമ്മൾക്ക് നന്നായി വരാനെന്നുള്ള ആഗ്രഹത്തോടെയുള്ള അഡ്വൈസ് ആയിരിക്കും പലപ്പോഴും പല പേരൻസും ടീച്ചേഴ്സും തരുന്നതെങ്കിലും പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പൈസ ഉണ്ടാക്കുന്ന മെഷീനായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം. ആ കൂടെ നമുക്കൊരു ലൈഫുള്ളൂ, ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ലൈഫ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ലേ, ഈ ലൈഫ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ലേ. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസയുടെ ആസ്പെക്റ്റ് കൊണ്ട് മാത്രം ഒരു കമ്പാരിസൺ വരുന്നതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്പാരിസണാണ് ഒരു പക്ഷേ പലരെയും നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത്. അയ്യോ, നമ്മുടെ കൂടെ പഠിച്ചല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ അയലോക്കംകാർ അവർ എന്തു പറയും, അല്ലെ കൂടെ പഠിച്ചവരെല്ലാം വലിയ വേറെ പൊസിഷനായി, അവർ വലിയ കാറ് വാങ്ങി, അവർ വലിയ വീട് വാങ്ങി, അപ്പോൾ എനിക്ക് മാത്രമൊന്നും എത്താൻ പറ്റിയില്ല, അല്ലെ എൻ്റെ മകന് മാത്രം എത്താൻ പറ്റിയില്ല എന്നുള്ള അതിനിടയിലാണ് നമ്മുടെ ലൈഫിലെ പല ഇമ്പോർട്ടൻ്റ്, അല്ലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന പല സാധനങ്ങളും പലപ്പോഴും ചെയ്യാൻ പറ്റാതെ വരുന്നത്.